ക്ഷീണുണ്ടെങ്കിൽ മെല്ലെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ നടന്നാൽ മതി. സംസം വെള്ളമൊക്കെ നടക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, സഴി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉംറ എന്ന ആ കർമ്മത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണമെങ്കിൽ, അതായത് ഈ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ മാറ്റി ഈ താടി മുടി എടുക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, അങ്ങനെയുള്ള കർമ്മത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മുടി എടുക്കുക. എന്നാ ഉംറയിൽ നിന്നാണ് ഒഴിവായി തഹല്ലുലാകുക എന്നാണ് അതിന് പറയാം. അതിനവിടെ ബാർബർ ഷോപ്പേരൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളും എടുക്കണം മുടി. പെണ്ണുങ്ങൾ അറ്റത്തുനിന്ന് ഒരു ലേശം എടുത്താൽ മതി. അത് നിങ്ങൾ റൂമിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്നാണ്ട് കത്തിരി, ഒരു ചെറിയ കത്തിരിയൊക്കെ കയ്യിലുണ്ടായാൽ അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു വിരലിലേക്ക് മുടി ഒരു 2, 4, 7 മുടി എടുത്താൽ മതി. ആണുങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ തന്നെ അവിടെ ബാർബർ ഷോപ്പ് പോയിട്ട് മുടി ഒന്നുകിൽ പറ്റ വടിക്കുക. ഹജ്ജിന് ഇനി ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ മുടി വടിച്ചാലും പിന്നെ വരും. റസൂലിന്റെ സുന്നത്ത് മുടി വടിക്കലാണ്. അത് അവിടെ 2 റിയാലോ 3 റിയാലോ കൊടുത്ത് ഹജ്ജിന്റെ സമയത്ത് 5 റിയാലോ കൊടുക്കേണ്ടി വരും മുടി വടിക്കും. നമുക്ക് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടി ചെത്തി മുറിച്ച് ഉണ്ടാക്കിയാണ്ട് ബുദ്ധിമുട്ടരുത് തലന്റെ ഉള്ളിലൊന്നും. അപ്പൊ അവിടെ തന്നെ പോകാന്നല്ലേ. നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഈ പറപ്പുകാരും ഒക്കെ ആ സഫാ മറുവന്റെ ഇടയിൽ, അല്ല മറുവന്റെ അവിടെ ബാർബർ ഷോപ്പിലുണ്ട്. അവിടെ കൊണ്ടുപോയാണ്ട് മുടി നമ്മൾ വടിച്ച് വൃത്തിയാക്കാം. മുടി വടിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മൾ റൂമിൽ പോയി പിന്നെ വേണമെങ്കിലൊക്കെ ഒന്ന് കുളിക്കാം. നിർബന്ധമൊന്നുമല്ല. ഒന്ന് ഉഷാറെ മുടിയൊക്കെ വടിച്ചതല്ല, കുളിച്ച് നമ്മൾ സാധാ വസ്ത്രത്തിലേക്ക് കടന്നു, വേഷത്തിലേക്ക് കടന്നു. ഇപ്പൊ ഉംറ കഴിഞ്ഞു. സാധാ പാൻറ്റും കുപ്പായോട് ഉണ്ടോലും തുണി കുപ്പായോടൊക്കെ എടുക്കണ്ടോലും വേഷം കഴിഞ്ഞു. ഇതാണ് ഉംറയുടെ കർമ്മം. ഇനി നമ്മൾ ദുൽഹജ്ജ് 8 വരെ നമ്മൾ വേറെ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളൊന്നുമില്ല. നേരത്തിന് നിസ്കരിക്കുക, ഹറമ് പോവുക, പള്ളിയിലിരിക്കുക, ഖുർആൻ ഓതുക, ദ്വാരക്കുക, ഒഴിവുള്ള സമയത്തൊക്കെ തവാഫ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തവാഫ് ചെയ്യുക ക്ഷീണമില്ലാത്ത നേരത്തൊക്കെ. അല്ലാതെ പ്രത്യേക കർമ്മങ്ങളൊന്നുമില്ല. സാധാ നിലക്ക് പള്ളിയിൽ പോയി ഇബാദത്ത് വെച്ച് കഴിഞ്ഞുകൂടാ. ആവശ്യത്തിന് റൂമിൽ വരിക. വെറുതെ അങ്ങാടി കാണാൻ നടക്കാതെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഇനി ദുൽഹജ്ജ് 8-നാണ് ഇനി നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പൊ ഉംറ കഴിഞ്ഞല്ലോ. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിലേക്ക് പ്രവേശിക്കാനുള്ളത്. ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങണം. നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന്. ചിലപ്പോൾ കൊണ്ടുപോകാൻ മുത്തവ്വിഫിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ എവിടുന്നാണ് മടങ്ങേണ്ടത്? റൂമിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷെ ഹജ്ജിലേക്ക് പ്രവേശിക്കാറുണ്ട്. ഹജ്ജ് തുടങ്ങുന്നത് മിനയിൽ നിന്നാണ്. മക്കത്ത് നിന്ന് ഇഹ്റാം ചെയ്തിട്ട് മിനയിലേക്ക് പോകലാണ് ആദ്യമായി ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് അത്യാവശ്യമായി ഒരു കൂട്ടി ഇഹ്റാമിന്റെ വസ്ത്രം, തുണി കുപ്പായം, കുറച്ച് വെള്ളവും അങ്ങനത്തെ തലയണിയും വിരിപ്പൊക്കെ ആയിട്ട് ചെറിയൊരു ബാഗ് കൊടുത്തിട്ട് മിനയിലേക്ക് പോവുകയാണ് ചെയ്യുക. മക്കത്ത് നിന്ന് 5 കിലോമീറ്റർ ഉണ്ട് മിനയിലേക്ക്. അപ്പൊ മിനയിലേക്ക് നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും. ചിലപ്പോൾ തലേന്ന് കൊണ്ടുപോകും, ചിലപ്പോൾ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ച ഉടൻ കൊണ്ടുപോകും. അപ്പൊ മിനയിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കുക. ഇഹ്റാമിന്റെ കുളി. പണ്ട് നമ്മൾ ഇഹ്റാമിന്റെ കുളി വിളിച്ചല്ലോ, അതുപോലെ ഒരു ഇഹ്റാമിന്റെ കുളി വിളിച്ച് ശരീരത്തിൽ സുഗന്ധമൊക്കെ പുരട്ടി ഈ ഇഹ്റാമിന്റെ വേഷം, ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് വീണ്ടും മടങ്ങുക. അത് നമ്മളൊരു 10-15 ദിവസത്തിന് ഒഴിവാക്കിയതല്ല. നമ്മളെ പാൻറ്റും കുപ്പായും ഒക്കെ എന്നല്ലോ. പണ്ട് വിമാനത്തിൽ നിന്ന് നമ്മൾ ചെയ്ത ആ ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് വീണ്ടും മടങ്ങുക. മടങ്ങിയിട്ട് നമ്മളെ റൂമിൽ വെച്ച് ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യുക. അതെങ്ങനെ? ഉംറക്ക് വേണ്ടി നമ്മൾ വിമാനത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് റൂമിൽ വെച്ച് നമ്മളാണ്ട് ഉറക്കെ പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആണ്ട് ഉറക്കെ പറയാം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. അത് കഴിഞ്ഞാൽ ഇഹ്റാമിന്റെ വേഷത്തിലേക്ക് കടന്നു. അല്ല, ഇഹ്റാമിലേക്ക് കടന്നു. ഇഹ്റാമിന്റെ വേഷമായി ഇഹ്റാമിലേക്ക് കടന്നു. ഇനി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. മുത്തവ്വിഫിന്റെ ബസ് പോയിന്റിലെത്തുന്നു. ബസ്സിൽ കയറുന്നു. അപ്പോഴൊക്കെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ മിനായിലേക്ക് പോകുന്നത്. ആ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. ലക്ഷക്കണക്കിന് മനുഷ്യന്മാര്, 10,000-കണക്കിന് വാഹനങ്ങളുടെ മുകളിലും താഴെയുമായി ഉള്ളിലുമായി മിനായിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും മിനായിലേക്കാണ്. മിനായിൽ തമ്പുകളാണ്. നിങ്ങൾക്ക് കാണാം തമ്പുകൾ. മിനായിലെ തമ്പുകൾ കാണണം. അവിടെ കണ്ടാൽ ഒരു 10-20 ആളുകൾക്കൊക്കെ ഒരു തമ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന വിധത്തിൽ അടിയിൽ കാർപ്പറ്റൊക്കെ വിരിച്ച ആ തമ്പുകൾ അവിടെ കണ്ടില്ല. വെളുത്ത കൂടാരം, അതാണ് തമ്പുകളാണ്. മേലെ കാറ്റൊക്കെ വരാൻ സൗകര്യമുള്ള തമ്പുകൾ. തീ പൊള്ളാത്ത, തീ പറ്റിയാലും വെള്ളം ചീറ്റുന്ന, പമ്പ് ചെയ്യുന്ന
വളരെ ഗംഭീരമായ AC തമ്പുകളാണ്. അവിടെയാണ് നമുക്ക് കിടന്നുറങ്ങാനുള്ളത്, അടിയിൽ കാർപ്പറ്റൊക്കെ വെച്ച. ആ മിനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മളെ മുത്തവയ്പ്പ് നമ്മൾക്ക് നിശ്ചയിച്ച സ്ഥലത്ത് ഇറക്കി കൊണ്ടുപോയി തരും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ആളും വാളും ആരവും കണ്ട് ഇങ്ങനെ കണ്ണഞ്ചി പോകരുത്. നമ്മൾ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജിലാപ്പ നമ്മളുള്ള ഹജ്ജിലേക്ക് കടന്നു. നമ്മൾ മിനായിൽ പോയി അവിടെ നിൽക്കുന്നു. ഒരു ഉച്ചന്റെ മുമ്പായിട്ട് നമ്മൾ മിനയിലെത്തും. നമുക്ക് ഉള്ള തമ്പിൻ്റെ ഉള്ളിൽ ബാഗൊക്കെ വെച്ചിട്ട് നമ്മളെ സൗകര്യത്തിന് നമ്മൾ പിന്നെ ഖുർആൻ ഓതണം. അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ളുഹർ ബാങ്കിന്റെ സമയമായാൽ ളുഹർ ബാങ്കും ഇഖാമത്തും കൊടുത്ത് തമ്പിലുള്ളവരെല്ലാവരും കൂടി ഒരു ജമാഅത്തായി നിസ്കരിക്കാം. ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു 100-400 ആള് ഞങ്ങളെ തമ്പുകൾ ഒന്നാകെ ഉണ്ട്, നമ്മളുണ്ട് ഒറ്റ തമ്പാക്കി മാറ്റിയിട്ട് ഒരു വലിയ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കും. അങ്ങനെ പറ്റിങ്ങി മതി. അല്ലെങ്കിൽ നിങ്ങളൊരു 10-20 ആള് കൂടി ജമാഅത്തായി നിസ്കരിച്ചാലും മതി. മിനായിലൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖൈഫ്. എല്ലാവർക്കും അതിലേക്ക് പോകാൻ കഴിയില്ല, തിരക്കായിരിക്കും. അപ്പോൾ ഒറ്റക്കാർക്കൊക്കെ തിരക്കിടില്ല. കൂട്ടമായി പോകുന്നവരൊക്കെ തമ്പിൻ്റെ ഉള്ളിൽ തന്നെ ളുഹർ 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കാം. എന്തിനാ അപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, 4 ആക്കി കൂടെ എന്ന് പറയേണ്ട. റസൂലുള്ള 2 ആക്കിയേ നിസ്കരിച്ചിട്ടുള്ളൂ, 2 റക്അത്ത് ളുഹർ. അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സമയമായാൽ അസറിന്റെ നേരത്ത് അസർ 2 റക്അത്ത് ഖസ്റാക്കുക, ജമ്മ ആക്കണ്ട. മഗ്രിബ് 3 റക്അത്ത്, ഇശാ 2 റക്അത്ത്, അങ്ങനെ ഖസ്റാക്കി നിസ്കരിക്കാം അതതിന്റെ സമയത്ത്. ബാക്കിയുള്ള സമയം തെൽബിയത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക, ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുമാണല്ലോ. അന്ന് രാത്രി മിനയിൽ താമസിക്കണം. മിനയിൽ അന്തി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ഇത് എന്നാ അറിയാം, ദുൽഹജ്ജ് 8-നാണ്. യൗമു തർവിയത്ത് എന്നാണ് അതിന്റെ പേര്. അതായത് വെള്ളവും ഒക്കെ എടുത്ത് എല്ലാവരും ശേഖരിച്ച് മിനയിലേക്ക് പുറപ്പെട്ടിരുന്ന ദിവസം നേരത്തുള്ളൂ. ദുൽഹജ്ജ് 8-നാണ് നമ്മൾ മിനയിലേക്ക് പോകുന്നത്. 8-നന്ന് ദുൽഹജ്ജ് 8-ന് മിനയിൽ അന്ന് അന്തി ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയമല്ലാത്തപ്പോഴൊക്കെ, ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും സമയമല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഒന്നോടുകൂടി തസ്ബീഹും ദിക്റും ദുആയൊക്കെ ആയിട്ട് ഇങ്ങനെ തമ്മിൽ കടഞ്ഞുവിടാം. ഒരു 10-20 ആളിങ്ങനെ ആണും പെണ്ണും കൂടി ഉണ്ടാകുമ്പോൾ ബടായി പറഞ്ഞ് നിങ്ങളവിടെ മറ്റതോടെ എത്ര മക്കളുണ്ട് അതൊന്നും പറഞ്ഞിരിക്കരുത്. അവിടെ ദിക്റും തസ്ബീഹായിട്ട് കഴിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസം 9-ആണ്. അറഫയിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. അതേമാതിരി അവിടുന്ന് അറഫയിലേക്ക് നിങ്ങളെ ബസ്സിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ രാവിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബസ് വരുമ്പോൾ ബസ് കയറി, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, തിരക്കൊക്കെ ഉണ്ടാവും. എന്നാലും അതിൽ കയറിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് 25-30 ലക്ഷം ആളുകൾ അതാ അറഫയിലേക്ക് നീങ്ങാൻ. അറഫ എന്ന് പറയുന്നത് വിശാലമായ ഒരു മരുഭൂമിയാണ്. അറഫയിലേക്ക് കടക്കുന്നിടത്ത് ഒരു പള്ളിയുണ്ട്, മസ്ജിദുൻ നമിറ. ആ പള്ളിന്റെ അടുത്തൊന്നും അല്ല ഇന്ത്യക്കാർക്ക് ഈ കൊല്ലം തമ്പ് കുറെ ദൂരെ, 2 കിലോമീറ്റർ അപ്പുറത്താണ്. കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയാണ് അറഫ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആര്യവേപ്പിന്റെ തൈ അവിടെ വളർന്ന് ഒരു 2, 3, 4 മീറ്ററോളം ഉയരത്തിലായിട്ട് കുറച്ചൊക്കെ ഒരു തണലുണ്ട്. പിന്നെ അറഫയിൽ തമ്പല്ല, വലിയ പന്തലാണ്. ഒരു 10-100 ആൾക്ക് പറ്റുന്ന വലിയ പന്തലുണ്ട്. അതിനുള്ളിൽ കൂടിയൊക്കെ വെയിലുണ്ടാവും, ചൂടുണ്ടാവും. എന്നാലും അറഫയിലാണ് നമുക്കൊക്കെ നിശ്ചയിച്ചൊരു സ്ഥലമുണ്ട്. ഓരോ ഭാഗത്തുനിന്ന് വരുന്നവർക്കും സർക്കാർ നിശ്ചയിച്ച സ്ഥലത്തെ നമ്മളെ ബസ് കൊണ്ടുപോയി ഇറക്കുള്ളൂ. ചിലപ്പോൾ 2-4 മണിക്കൂറൊക്കെ ബസ്സിൽ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തും ചെയ്യും. മിനയിൽ നിന്ന് അറഫയിലേക്ക് 6 കിലോമീറ്ററേ യഥാർത്ഥത്തിലുള്ളൂ. പക്ഷേ മണിക്കൂറുകൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ, കാരണം അത്രയും ലക്ഷം ആളുകളുള്ളതല്ലേ. ഏതായിരുന്നാലും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അറഫയിലേക്ക് കണ്ണ് തുറന്നു വെച്ചതുകൊണ്ട് നമ്മൾ കാണേണ്ടതൊക്കെ കാണുക എന്നുള്ളതല്ലാതെ മനുഷ്യന്മാരൊക്കെ പഠിച്ചോനെ ഇവരൊക്കെ അള്ളാഹുവിന്റെ നമ്മളൊക്കെ സ്വർഗത്ത് കൂടേണ്ടവരാണല്ലോ എന്നുള്ളൊരു ചിന്തയും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നുള്ള തെൽബിയത്തുമായിട്ട് നമ്മളങ്ങനെ പോവുക, ദുആയും ദിക്റും തെൽബിയത്തുമായിട്ട്. അറഫയിൽ ചെന്നാൽ ദുൽഹജ്ജ് 9-ന് അറഫയിൽ ചെന്നാൽ നമുക്ക് ഉച്ചക്കു ശേഷം, അറഫയിൽ ചെന്നൊന്ന് വിശ്രമിച്ചാകുമ്പോഴേക്ക് ഉച്ചയാവും. ളുഹറിന്റെ സമയത്ത് നമ്മൾ ളുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കും കാമത്തും കൊടുത്ത് 2 റക്അത്ത് ളുഹർ നമസ്കരിക്കുക. ഉടൻ തന്നെ ഒരു ഇഖാമത്ത് കൂടി കൊടുത്ത് 2 റക്അത്ത് അസ്റും നമസ്കരിക്കുക. അതായത് ഖസ്റും ജമ്മു ആക്കി നമസ്കരിക്കുക. അറഫീന്ന് മിനയിന്ന് ചുരുക്കിയിട്ടേ ഉള്ളൂ, കൂട്ടിയിട്ടില്ല. അറഫീന്ന് ചുരുക്കും ചെയ്യണം, കൂട്ടും ചെയ്യണം. അന്ന് പകലുള്ള നിസ്കാരം 2 ആക്കിയിട്ട് നിസ്കരിച്ചാൽ തീർക്കുക ളുഹറിന്റെ നേരത്തെ. അത് നിങ്ങളെ തമ്പില് ജമാഅത്ത് ഇമാമുമായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ജമാഅത്തായിട്ട്, ഒറ്റക്കൊറ്റക്കല്ല വേണ്ടത്. പെണ്ണുങ്ങൾ പിന്നിൽ നിൽക്കുക, ആണുങ്ങൾ മുന്നിൽ നിന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക.
അപ്പൊ നിസ്കാരം കഴിഞ്ഞു ഉച്ചക്ക് ശേഷം അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതായത് അറഫ ദിവസമാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രത്യേകമായ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അല്ലാഹു തആല ഒന്നാം ആകാശ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയും, എന്റെ മലക്കുകളെ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എന്റെ വിളി കേട്ട് മുടി ജടപിടിച്ച് വിഷമിച്ച് ക്ഷീണിച്ച് ഈ വിനയത്തിന്റെ വസ്ത്രവും ധരിച്ചു വന്ന എന്റെ അടിമകളിതാ ഈ മരുഭൂമിയിൽ, ഞാൻ വിളിച്ചു വന്ന എന്റെ അതിഥികളായ അടിമകളിതാ ഈ മരുഭൂമിയിൽ എന്റെ നേരെ കൈ ഉയർത്തിയിരിക്കുന്നു, അവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു തആല സന്തോഷത്തോടുകൂടി പറയുന്ന ദിവസം. മലക്കുകൾ പോലും മനുഷ്യന്മാരുടെ കാര്യത്തിൽ അസൂയപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് അറഫ. ലോകം പ്രാർത്ഥനയിൽ ഉറ്റുനോക്കുന്ന ഒരു ദിവസം. അറഫായിൽ വെച്ച് അള്ളാഹുവിനോട് ഹലാലായ എന്തും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹ് അതാണ്ട് നിറവേറ്റി തരും. അത്രയധികം അള്ളാഹു തആല പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ നേരെ കൈ നീട്ടുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന ദിവസമാണ് അറഫ. നിങ്ങൾ കഴിയുന്നതും അറഫയിൽ ഉച്ചയ്ക്ക് ശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞ്, അത് നിങ്ങൾക്ക് അവിടുന്ന് അറിയാം, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിയും, നിന്ന് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താവും മക്കളും സ്നേഹിതന്മാരും ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമ്മളിങ്ങനെ ഒച്ചട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനൊരു മടി ഉണ്ടാവും. എൻ്റെ പെണ്ണുങ്ങൾ കേൾക്കൂലേ, അല്ലെങ്കിൽ മറ്റോ കേൾക്കൂലേ ഞാൻ അങ്ങനെ പറയേണ്ടത്, എൻ്റെ കച്ചവടത്തിൻ്റെ കാര്യവും എൻ്റെ കുട്ടികളെ കാര്യമൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറയുന്നത് ഓര് കേൾക്കൂലേന്ന്. അതുകൊണ്ടൊന്ന് മാറി നിന്നാൽ മതി. ഒക്കെ ഈ പെണ്ണുങ്ങളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഹറമിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ അറഫയിൽ ഇരിക്കുകയാണെങ്കിലും മിനയിലാണെങ്കിലൊക്കെ നിങ്ങളൊക്കെ വേറിട്ടിരിക്കണം. അറമയിൽ ഞാൻ പെണ്ണുങ്ങളോട് എപ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വല്ല തുർക്കികളെ ഈജിപ്തുകാരെ പെണ്ണുങ്ങളുടെ അടിയിൽ പോയിരുന്നാൽ മതി. നിങ്ങളെ അടിയിൽ മലയാളികൾ കൂടി ഇരിക്കരുത്. മലയാളികൾ കൂടി ഇരുന്നാൽ വെറുതെ പുറു പറഞ്ഞുകൊണ്ടിരിക്കും. ആലിക്കൽ കിതാബുൽ ഹുദല്ലിൽ മുത്തഖീൻ നിങ്ങൾ എവിടുന്ന എന്നറിയാം. പിന്നെ ഇങ്ങനെ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത്ത കാലിട്ട് കടഞ്ഞിട്ട് ചെയ്യാന്നറിയാം. അങ്ങനെ പറയും. മലയാളികൾ പെണ്ണുങ്ങൾ വെറുതെ പുറു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തുർക്കികളുടെ അടിയിലോ അല്ലെങ്കിൽ വല്ല സിറിയക്കാരുടെ അടിയിലോ ഇരുന്നാൽ അങ്ങോട്ടും മുണ്ടൂല അങ്ങോട്ടും മുണ്ടൂല. കാരണം അങ്ങോട്ടും മുണ്ടാൻ പറ്റൂല്ലോ, അങ്ങോട്ട് മോത്ത് പോക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഈ ഭാരത്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ അറഫയിൽ നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കരുത്. കിട്ടുന്ന ചാൻസാണ് വർത്താനം നിങ്ങൾക്ക് പിന്നെ പറയാം. കിട്ടുന്ന ചാൻസാണ് അറഫയിൽ ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. കഴിയുമെങ്കിൽ കാല് കടഞ്ഞ് വീഴുന്നില്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും. അല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്നോളി, തെറ്റൊന്നുമല്ല. കിടക്കണമെന്നുണ്ടെങ്കിൽ കിടന്നോളി, പക്ഷേ പ്രാർത്ഥിക്കുക. അറഫയിൽ പ്രാർത്ഥനാ നിരതമായ മനസ്സ്. അറഫയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിനെ കൊണ്ടൊക്കെ കിട്ടിയ ഗുണങ്ങൾ നമ്മൾ അനുഭവത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മളെ ചില ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചത് ആ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹ് അത് കേൾക്കും. അള്ളാഹ് അഭിമാനപൂർവ്വം അറഫയിൽ പ്രാർത്ഥിക്കുന്നവരെ മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുന്ന ദിവസമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കണം. കാരണം നിസ്കരിക്കാനും കാര്യമൊന്നുമില്ലല്ലോ. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മഗ്രിബായി കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കേണ്ടതില്ല. അത് റസൂലിന്റെ സുന്നത്തല്ല. നമ്മളിവിടുന്ന് പോയപ്പോൾ ഈ അടുത്ത കാലത്ത് പോയ കുറച്ച് മൂലയന്മാര് ഇപ്പൊ അവർ തുടങ്ങിയിട്ടുണ്ട് അറഫയിൽ നിന്ന് ഒരു മരുവിക്കേരം. അതെന്തിനാ അങ്ങോട്ട് നീട്ടിയേക്കണു? അള്ളാന്റെ റസൂലിന് അതൊക്കെ ചെയ്യാൻ നമുക്കത് പറ്റുമോ? റസൂൽ ചെയ്ത മാതിരി ഒന്നും ചെയ്തിട്ട് ഞങ്ങൾ വരി നമ്മൾ നിസ്കരിക്കാന്ന് പറഞ്ഞ് ഒരു ഇമാമ് വന്നിട്ട് ബാങ്ങും കാമത്തും കൊടുത്ത് അറഫയിൽ നിന്ന് മരുവ് നിസ്കരിക്കുക ചെയ്യരുത്. അറഫയിൽ നമുക്ക് ഖസറും ജമ്മു ആക്കാം. മുസ്ദലിഫയിൽ എത്തിയിട്ട് അറഫയിൽ നിന്ന് മഗ്രിബ് നമസ്കരിക്കേണ്ടതില്ല. റസൂൽ നിസ്കരിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിക്കണം? റസൂൽ മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നാ പറഞ്ഞു. അപ്പൊ അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വലിയ കെട്ടുമാണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെറിയൊരു ബാഗൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ മുത്തവയ്പ്പിന്റെ വണ്ടി വരും. ആ വണ്ടി കയറിയിട്ട് നമ്മൾ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുത്തവയ്പ്പിന്റെ വണ്ടി വരിക എന്നിട്ട് നിൽക്കുക, നമ്മൾ വീട്ടിന്റെ മുമ്പ് നിന്ന് കാറ് വന്ന് നിൽക്കേണ്ട മാതിരിയൊന്നും അല്ല. അതിലൊക്കെ കുറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ വണ്ടി വന്ന് അതിലൊക്കെ ഒന്ന് കയറി എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം. ഏതായിരുന്നാലും ആ വണ്ടി കയറിയിട്ട് നമ്മൾ മുസ്ദലിഫയിലേക്ക് പുറപ്പെടുകയാണ് രാത്രി മഗ്രിബിന്റെ ശേഷം. മുസ്ദലിഫ അറഫ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ പ്രദേശത്തിന്റെ പേരാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തിന്റെ അരി ഓരോരോ പ്രദേശത്തിന്റെ പേരാണ് മുസ്ദലിഫ, അറഫ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ മുസ്ദലിഫ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്ദലിഫയില് ഇതുപോലെ അറഫ പോലെ